കുടലിലുള്ള ബാക്ടീരിയകളുണ്ട്, മൈക്രോബയോം എന്ന് പറയും. ഇത് കോടിക്കണക്കിനുണ്ട് കേട്ടോ. ഈ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന പല കെമിക്കൽസും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെയും പ്രത്യേകിച്ച് ഹാർട്ടിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ നല്ല ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കലുകൾ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, പിത്തത്തിന്റെ മെറ്റബോളിസത്തെ ഈ ബാക്ടീരിയകൾ ബാധിക്കുന്നത് കാരണം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത്, ഈ ബാക്ടീരിയകൾ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് BP കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. നാലാമത്തത്, ഈ ബാക്ടീരിയകൾ ടീമാവോ എന്ന് പറയുന്ന ഒരു ചീത്ത കെമിക്കലിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അത് കാരണം ഹൃദ്രോഗത്തിന്റെ സാധ്യത കുറയും. അഞ്ചാമത്തത്, ഹാർട്ട് ഫെയിലിയറിനും മിടിപ്പിന്റെ താളം തെറ്റിലായ അരിത്മ്യ അസുഖങ്ങളെയും തടയാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് ഈ മൈക്രോബയോം ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ ഉപകാരങ്ങളാണ് ഈ ബാക്ടീരിയകൾ ചെയ്യുന്നത്? അപ്പോൾ ഈ ബാക്ടീരിയകളുടെ എണ്ണം നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത്? പ്രധാനമായിട്ടും പ്രോബയോട്ടിക് കൂടുതലായിട്ട് ഉപയോഗിക്കുക, യോഗർട്ട്, ഫെർമെന്റഡ് ഫുഡ്സ് ഒക്കെ ഉപയോഗിക്കുക, ഭക്ഷണത്തിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൂടുതലായിട്ട് കഴിക്കുക. പ്രോസസ്ഡ് ഫുഡ്സ് ഈ ബാക്ടീരിയകളെ നശിപ്പിക്കും, പരമാവധി ഒഴിവാക്കുക. കുടലിന്റെ പ്രവർത്തനത്തിന് വെള്ളം നന്നായിട്ട് ആവശ്യമായതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക. ചില ആളുകളെങ്കിലും പ്രോബയോട്ടിക് സപ്ലിമെന്റ് രൂപത്തിൽ കഴിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് കുടലിന്റെ അസുഖമൊക്കെ വന്ന് മാറിയതിനു ശേഷം